UDF-നെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് കൂടി മുന്നോട്ട് വയ്ക്കണമല്ലോ. 10 കൊല്ലത്തെ ഭരണം, ആ ഭരണം ഞങ്ങൾ മാറ്റിയാൽ, നിങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്താൽ, ചേഞ്ച് എന്ന പോസിറ്റിവിറ്റിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊരു സംഗതിയുണ്ട്. 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി എന്നതിനപ്പുറത്ത് സമഗ്രമായി ഞങ്ങൾ എന്താണ് കേരളത്തെ വിഭാവനം ചെയ്യുന്നത്, എങ്ങനെയാണ് 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം കേരളം പുനഃസംഘടിപ്പിക്കുന്നത് എന്നൊരു അജണ്ട വെച്ച് ആ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കി അത് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ ചർച്ചയാക്കി നടത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഒരൊറ്റ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. അങ്ങ് മാറ്റമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം. ഈ മാറ്റം എന്ന് പറയുന്നത് വലിയ ഫ്ലെക്സ് ബോർഡിൽ അടിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാപ്ഷൻ ടാഗ് ലൈനാക്കി മാറ്റിയ തെരഞ്ഞെടുപ്പിൽ BJP ആണ്. അപ്പം നാട്ടികയിൽ BJP ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചു. മാറ്റം വരണം, മാറണം ഈ MLA. ഫ്ലെക്സ് ബോർഡ് വെച്ചവൻ ഫ്ലെക്സ് ബോർഡിൻ്റെ ഈ മറ്റേ വലിയ ഹോർഡിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഏണി കയറിയാണ് മുകളിൽ ഇത് കെട്ടുന്നത്. ഏണി ഇറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ MLA മാറി തെരഞ്ഞെടുപ്പിലൂടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അയാൾ BJP-യിലേക്ക് പോയി. നിലവിൽ ടെക്നിക്കലി BJP-ക്ക് സംസ്ഥാന നിയമസഭയിൽ ഒരു MLA ഉണ്ട്. അത് നാട്ടികയിൽ നിന്നുള്ള പഴയ CPI MLA ആണ്, LDF MLA ആണ്. അപ്പോൾ കൂടുതൽ വർത്തമാനം അതുമായി ബന്ധപ്പെട്ട് പറയാത്തതാണ് നല്ലത്. ഇനി അങ്ങ് BJP പ്രതിനിധിയോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. അങ്ങ് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരണമെന്ന് എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പൊളിറ്റിക്കൽ റീഡിംഗ് നടത്താം. BJP-ക്ക് ഏതായാലും BJP അധികാരത്തിൽ വരത്തില്ല. അദ്ദേഹം സ്വപ്നം കാണുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹം ത്രിപുരയിലെ MLA-മാരുടെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. ത്രിപുരയിൽ ഇവർ ഈ 1.5% നിന്ന് അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 80% CPM MLA-മാരെയും ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് റാഞ്ചാൻ BJP-ക്ക് പറ്റിയിരുന്നു. BJP സ്ഥാനാർത്ഥികളായി അതിനു മുമ്പ് സിറ്റിംഗ് MLA-മാർ, CPM-ന്റെ സിറ്റിംഗ് MLA-മാർ ആ തെരഞ്ഞെടുപ്പിൽ 80% BJP-യിൽ ചേർന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോറ്റതെന്നൊക്കെയുള്ളത് വലിയ അബദ്ധമാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതുവരെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിന് ശേഷം ഇല്ലാതാവുകയും BJP എമർജ് ചെയ്യുകയും അങ്ങനെ BJP മുഖ്യ ഭരണകക്ഷിയാവുകയും ചെയ്യുകയാണ്. ത്രിപുരയിൽ 2018 തെരഞ്ഞെടുപ്പിന് മുമ്പ് 80% CPM MLA-മാർ BJP-യിൽ ചേർന്നു എന്ന് പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ് വസന്ത്. അങ്ങനെ ഒരു ചരിത്ര സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ആ പാർട്ടി ആകെ BJP ആലയത്തിൽ പോയി കിട്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ആര് അധികാരത്തിൽ വന്നാണ് BJP-ക്ക് ലാഭം? നിലവിലെ അവസ്ഥയിൽ ഏതായാലും അവർ അധികാരത്തിൽ വരില്ല. അങ്ങേക്ക് സംശയമില്ല, എനിക്ക് സംശയമില്ല, രാജീവ് ചന്ദ്രശേഖരന് പോലും അതിൽ സംശയമില്ല. അല്ലായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സുരേന്ദ്രനെ പോലെ 35 സീറ്റ് എന്നെങ്കിലും പറയേണ്ടതാണ്. BJP-യെ സംബന്ധിച്ച് CPM അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അവരുടെ ഐഡിയോളജിക്കൽ ലാഭം, പ്രോഫിറ്റ്. എന്തുകൊണ്ടാണ്? CPM മൂന്നാമത് അധികാരത്തിൽ വന്ന ഒരിടത്തും CPM പിന്നീട് നിലനിന്നിട്ടില്ല. ബംഗാൾ, ത്രിപുര അങ്ങനെ എടുത്തു നോക്കിയാൽ ഒരു സംസ്ഥാനത്തും 3 ടേം അടുപ്പിച്ച് ഭരിച്ച ഒരിടത്തും CPM അധികാരത്തിൽ വന്നിട്ടില്ല. അത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്യാണ് 3 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നിടത്ത് കോൺഗ്രസിന് ക്ഷയമുണ്ടാവുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അവരെല്ലാ കാലത്തും പറഞ്ഞു പഠിപ്പിച്ചത് കോൺഗ്രസ് മുക്ത ഭാരത് എന്നാണ്. അത് കേരളത്തിലും അങ്ങനെയാണ്. CPM മുക്ത ഭാരത് എന്ന് എവിടെയെങ്കിലും ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. CPM-നെ മാറ്റണം എന്ന് ഇവർ എവിടെയെങ്കിലും പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവരെല്ലായിടത്തും കോൺഗ്രസിനെ മുക്തമാക്കണം ഭാരതത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, എന്നാലാണ് അവർക്ക് സ്പേസ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ്. ഐഡിയോളജിക്കലി അത് പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമതും CPM അധികാരത്തിൽ വന്ന ആളാണ്. ആ സ്പേസ് ഉപയോഗിക്കാൻ, CPM ജീർണിക്കുന്ന സ്പേസ് ഉപയോഗിക്കാൻ BJP-ക്ക് സാധിക്കുക. ആ ഗ്യാപ്പ് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് BJP ഇപ്പോൾ നടത്തുന്നത്. CPM-ന് വോട്ട് ചെയ്യും. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ BJP പ്രവർത്തകരെല്ലാം ആകമാനം പോയി CPM-ന് വോട്ട് ചെയ്യുന്നു, ബൂത്ത് അടക്കം പോകുന്നു എന്നുള്ളത് അല്ല ഇതിന്റെ ട്രെൻഡ്. എന്താ? ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ദുർബലരായ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അവർക്ക് താമര ചിഹ്നം അവിടെ ഇല്ല. പകരം ചക്കയോ മാങ്ങയോ, ഞാൻ നേരത്തെ ഒരു പാർട്ടിയെ വില കുറച്ച് കാണിച്ചല്ല, ചക്കയോ മാങ്ങയോ തേങ്ങയോ ഒക്കെ ആകുമ്പോൾ ആ BJP പ്രവർത്തകർക്ക് പിന്നീടുള്ള ഓപ്ഷൻ എന്താ? പിന്നീടുള്ള ഓപ്ഷൻ കോൺഗ്രസിന് ഒരു കാലത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആത്യന്തികമായ ബദ്ധശത്രുക്കളാണ് കോൺഗ്രസ്. ഐഡിയോളജിക്കൽ ഡിഫറൻസ് കോൺഗ്രസുമായി അവർക്ക് എല്ലാ കാലത്തുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചവർ എന്നാൽ CPM-ന് വോട്ട് ചെയ്തേക്കാം എന്ന ചിന്തയിലേക്ക് പോകും. ഒരു മൈനോറിറ്റി ഷിഫ്റ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും 5000-ൽ താഴെ വോട്ടുകൾക്ക് തോറ്റ ഒരുപാട് മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ആ മൈനോറിറ്റി ഷിഫ്റ്റ് വലിയ ചേഞ്ച് ഉണ്ടാക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചത്
ചോദിച്ചല്ലോ, ഞങ്ങൾ എന്താണ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയണം. ഈ സംസ്ഥാന സർക്കാരിനെതിരായ 10 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾ പറയണം. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അത് ബലം കാണില്ല എന്നതുകൊണ്ട് തന്നെ ആ ഡീൽ തുറക്കത്തിലെ പൊളിച്ചാൽ മാത്രമേ ഞങ്ങൾ പിന്നീട് പറയുന്ന ഈ പറയുന്ന വികസന അജണ്ട ഉണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കാരിന്റെ വികസന വിരുദ്ധ മുഖമുണ്ടല്ലോ, അത് തുറന്നു കാണിച്ചാൽ ബലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.